ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത് മഡ് ക്രാബ് ആണ്. അപ്പോൾ ഇത് വിദേശത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ബിഗ് മഡ് ക്രാബ് ആണ്. അപ്പോൾ നല്ല വലിപ്പമുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് കൊണ്ട് തന്നെ മുറിക്കാൻ നല്ല പാടാണ്. പിന്നെ ജീവനോടുള്ള മഡ് ക്രാബിനാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, കയ്യിലൊന്നും ഒതുങ്ങുന്നുണ്ടായിരുന്നില്ല. നമ്മൾ നല്ല കഷ്ടപ്പെട്ടിട്ടാണ് മുറിച്ചത്. നല്ല ടേസ്റ്റി ആയിരുന്നു. ഇപ്പം തന്നെ കണ്ടോ, നല്ലോണം പെടക്കുന്നുണ്ടായിരുന്നേ. ഇനി നമുക്കതിങ്ങനെ പാത്രത്തിലോട്ടേക്ക് മുറിച്ചിടാം. അത്യാവശ്യം നല്ല എമൗണ്ട് ആയിട്ട് അതിൻ്റെ ഇറച്ചി ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സാധാരണ ഒരു ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ഒരു സാധനം, അതായത് ഉള്ളി, തക്കാളി, പച്ചമുളക്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടണം കേട്ടോ. നമ്മളിത് ഇടുന്നുണ്ട്. പച്ചമുളക് ഒരു 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വല്ലാത്ത ഒഴിവാക്കി പോകും. പിന്നെ ഒരു ഇഞ്ചി ഇടണം. ഇഞ്ചിയുടെ കാര്യം ഞാൻ മറന്നു പോകുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, അതുപോലെ തന്നെ മല്ലിപ്പൊടി, അങ്ങനെയുള്ള സാധനങ്ങൾ ഇട്ടതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് അതിനെ ഒന്ന് തല്ലി ഉടക്കുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ പൊട്ടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറേ നേരം വെയിറ്റ് ചെയ്യണം. പിന്നെ ഇതേ കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട്. നമ്മളിന്ന് കൊഴുക്കട്ടയോടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. അടിപൊളിയാണ്, എനിക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ ബൈ.